ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയുള്ള കാത്തിരിപ്പിലാണ്. സമയം 6 മണി ആയി. 6 മണി കഴിഞ്ഞിരിക്കുന്നു. 6:13 എന്ത് നമ്മുടെ കന്യാകുമാരിയിലെ ഉദയം കാണേണ്ട കാഴ്ച. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കന്യാകുമാരിയിൽ ടൂറിസ്റ്റ് സീസൺ. സൂര്യന്റെ ഉദയവും അസ്തമയവും ഒരിടത്ത് കാണാം എന്നതാണ് കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രസിദ്ധമായ കുറെ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ പള്ളികളായും സമ്പന്നമാണ് നമ്മുടെ കന്യാകുമാരി. കേപ്പ് കൊമോറിൻ എന്നും കന്യാകുമാരി അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ സിലോൺ കീഴടക്കിയപ്പോഴാണ് കന്യാകുമാരിയുടെ പേര് കൊമോറിൻ എന്നാക്കി ചുരുക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് കേപ്പ് കൊമോറിൻ എന്ന് അറിയപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം പ്രദേശത്തെ കന്യാകുമാരി എന്ന പുനർനാമകരണം ചെയ്തു. മൂന്ന് കടലുകൾ ഒത്തുചേരുന്ന അപൂർവ ചാരുതയാണ് നമ്മുടെ കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമം. எவ்வளோ டைப் சங்கு இருக்குன்னா வலம்பரி சங்கு. இது வலம்பரி சங்கு தானே? இது பால் சங்குண்ணா. இதான் வலம்பரி சங்கு. இது வலம்பரி சங்கு. இது நட்சத்திர மீனா ചേട്ടാ. ഒറിജിനൽ മീനാ. ഇപ്പോൾ മെഡിസിനൊക്കെ ഇട്ട് ഇത് വെയിൽ ഉണക്കി വെച്ചിരിക്കണം. 25 ദിവസം ഉണക്കിയാൽ ഇതുപോലത്തെ വരുള്ളൂ. എவ்வளோ റേറ്റ്? ഇത് 100 രൂപയേ ഉള്ളൂ. മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള കന്യാകുമാരി ദേവീക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ ജില്ലയും പ്രദേശവും അറിയപ്പെടുന്നത്. 1892 ഡിസംബറിൽ സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തിക്കടന്ന് ധ്യാനിച്ചിരുന്ന വിവേകാനന്ദ പാറയാണ് മറ്റൊരാകർഷണം. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ ജീവിത ലക്ഷ്യവും മാർഗവും തീരുമാനിച്ചത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സർവീസ് രാവിലെ ഫെറി സർവീസ് ആരംഭിക്കുന്നത് രാവിലെ 7:45 വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അത് 2 കൗണ്ടറുണ്ട്. 100 രൂപയുടെ കൗണ്ടറും ഉണ്ട്, 300 രൂപ കൗണ്ടറും ഉണ്ട്. 300 രൂപ കൗണ്ടർ സ്പെഷ്യൽ കൗണ്ടറാണ്. ഈ 100 രൂപ വരി കണ്ടില്ല, ഇങ്ങനെ വരി അങ്ങെത്തി ഉദയം കണ്ട എല്ലാവരും വന്ന് ഇവിടെ തമ്പ് ചെയ്യുന്നു. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടി സാധിക്കും. അതാണ് വ്യത്യാസം 100ന്റെയും 300ന്റെയും. വിവേകാനന്ദന്റെ സ്മരണാർത്ഥം 1970 സ്മാരകം നിർമ്മിച്ചു. 7.5 അടി ഉയരമുള്ള പൂർണ്ണകായ വെങ്കല പ്രതിമ. തൊട്ടടുത്താണ് തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ. ജനുവരി 1 133 അടി ഉയരമുള്ള ഈ ശില്പം നാടിന് സമർപ്പിച്ചത്. രാജ്യം നടുങ്ങിയ സുനാമിയെ ചെറുത്തുവൽപ്പിച്ച കന്യാകുമാരി ദേവി, തൊട്ടുപ്പുറം തിരുവള്ളുവരുടെ ഒരു കൂറ്റൻ പ്രതിമ, പിന്നെ നമ്മുടെ വിവേകാനന്ദ പാറ എല്ലാം കണ്ട് തൽക്കാലം കന്യാകുമാരി മണ്ണിൽ നിന്ന് മടങ്ങുന്നു. പക്ഷേ തമിഴ്നാടിന്റെ മുക്കിലും മുന്നിലുള്ള യാത്രയാണ് ഇനിയുള്ള വരും ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം. തൽക്കാലം വിട്ടേക്കട്ടെ. ബൈ.